ഇതൊരു മുന്നറിയിപ്പായിട്ട്, ഒരു വാണിംഗ് ആയിട്ട് ഈ ഒരു കാര്യത്തെ നമ്മൾ കാണണം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ലൈസൻസിങ് ഏർപ്പെടുത്താൻ പോകുന്നു എന്നുള്ള വിവരം നമ്മൾ വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞതാണ്. 2 ദിവസം മുമ്പ് ഷൂറ കൗൺസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഗൗരവമായിട്ടുള്ള ചർച്ച ചെയ്യുകയുണ്ടായി. ശേഷം ഈ ഒരു ലൈസൻസിങ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രപ്പോസൽ ക്യാബിനറ്റിൽ സമർപ്പിക്കുകയുമുണ്ടായി. ക്യാബിനറ്റിൽ നിന്ന് ഈ ഒരു കാര്യത്തിൽ ഫൈനൽ തീരുമാനം വരുന്നതോടുകൂടി എല്ലാ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇൻഫ്ലുവൻസേഴ്സിനും ഒരു ലൈസൻസിങ് സംവിധാനം വരും. ആവശ്യപ്പെടുന്ന ലീഗൽ ഡോക്യുമെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുന്ന ആളുകൾക്ക് ഒരു നിശ്ചിത ഫീസോടുകൂടി ലൈസൻസിങ് കിട്ടിയേക്കാം. ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാമെന്നുള്ള ധാരണയൊന്നും നമുക്ക് ആർക്കും വേണ്ട. സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്, ഇൻഫ്ലുവൻസേഴ്സിന് ലൈസൻസിങ് ഏർപ്പെടുത്തി അതിലൂടെ ഒരു ആദായം നേടാമെന്നൊന്നും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് ഉദ്ദേശമൊന്നുമില്ല. ലൈസൻസിങ് ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ നിയന്ത്രണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിനും നമ്മൾ വിധേയരാകേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ മൂല്യങ്ങൾ അവഹേളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നിയമ നടപടികൾ ഈ ഒരു ലൈസൻസിങ് വരുന്നതോടുകൂടി കൂടുതൽ നേരിടേണ്ടി വരുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക.